വോട്ടുഗതി സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് CPM-ന്റെ പാണക്കാട് തറവാട്ടിലേക്കുള്ള കടന്നാക്രമണമെന്ന് വിമർശനം. മുസ്ലിം വിഭാഗത്തെ ഏകീകരിക്കാൻ ലീഗ് നടത്തുന്ന ശ്രമങ്ങളെ പൊളിക്കുകയും മുസ്ലിം പ്രീണനമെന്ന് പേരുദോഷം മാറ്റിയെടുക്കുകയുമാണ് സാദിഖ് അലി വിമർശനത്തിലൂടെ മുഖ്യമന്ത്രിയും CPM-ഉം ലക്ഷ്യമിടുന്നത്. ലീഗിനെ ദുർബലപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിച്ച് CPM വിലയിരുത്തിയിരുന്നു. പാർട്ടിക്ക് ഏറെ അടിത്തറയുള്ള ഈഴവ വോട്ടുകളിലുള്ള ന്യൂനപക്ഷ പ്രീണനമെന്ന പ്രചാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ട് കുറയാൻ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. മുസ്ലിം ലീഗിന് മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും ഒപ്പം അണിനിരത്താൻ കഴിയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ മേൽക്കൈ തകർക്കുന്നതിനുള്ള അടവുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഭാഗത്തിലേക്ക് നമുക്ക് കടന്നു കയറാനാകില്ല. ഇതായിരുന്നു CPM-ന്റെ നിരീക്ഷണം. ലീഗിനെ വർഗീയ സംഘടനകളുടെ കൂട്ടുപാർട്ടിയായി മാറ്റുകയും മതനിരപേക്ഷ നിലപാടില്ലെന്ന് സ്ഥാപിക്കുകയുമാണ് CPM ഉദ്ദേശം. മുനമ്പം വിഷയത്തിലടക്കം ലീഗ് എടുക്കുന്ന സമവായ ശ്രമം രാഷ്ട്രീയമായി തന്നെയാണ് CPM കാണുന്നത്. ഇതെല്ലാം കണക്കിലെടുത്താണ് പാണക്കാട് കുടുംബത്തിലേക്ക് വരെ വിമർശനം കടുപ്പിച്ച് ലീഗ് പഴയ ലീഗ് അല്ലെന്നും ശിഹാബ് തങ്ങളുടെ മഹത്വം സാദിഖ് അലി തങ്ങൾക്കില്ലെന്നും സ്ഥാപിക്കാൻ CPM ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് മാറിയതോടെ ക്രൈസ്തവ വോട്ടുകളിൽ ഇടത് അനുകൂല മാറ്റമുണ്ടാക്കാൻ ഒരു പരിധിവരെ LDF-ന് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കഴിയുമെന്ന വിലയിരുത്തലാണ് മുന്നണികൾക്കുള്ളത്. മുസ്ലിം വോട്ട് സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം. പലസ്തീനും പൗരത്വ നിയമവും മുഖ്യ വിഷയമാക്കി ലീഗിനെ പോലും ചേർത്ത് പിടിക്കാൻ ശ്രമമുണ്ടായി. പക്ഷേ ഇത് ന്യൂനപക്ഷ പ്രീണനമാണെന്ന് മറുചേരി തിരിച്ചടിച്ചതോടെ ഭൂരിപക്ഷ വോട്ട് ഭിന്നിച്ചു. ഈ പാഠം ഉൾക്കൊണ്ടെന്നോണം ഉപതെരഞ്ഞെടുപ്പിൽ എവിടെയും പലസ്തീൻ പ്രശ്നം മുഖ്യമന്ത്രിയടക്കം ആരും ഉന്നയിച്ചില്ല.